1862 മുതൽ ഈ 2025 വരെ മധുരയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് തെളിയിച്ചിരുന്നത് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ. അപ്പോൾ ഇതേവരെ നിലനിൽക്കുന്ന കസ്റ്റം ആചാരം, ലോങ് ടേം കസ്റ്റമായി വരുന്നത് ആ ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് തെളിയിക്കുന്ന പതിവാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ വർഷമാണ് നേരത്തെ ചില കേസുകൾ ഇത് സംബന്ധമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹിന്ദു മക്കൾ കക്ഷി നേതാവ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കും. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ 1 മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഡിസംബർ 3 വൈകിട്ട് 6 മണിക്ക് സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്ര മാനേജ്മെൻറ്റ് പുതിയൊരു സ്ഥലത്ത് ഉച്ചിപ്പിള്ളിയാർ ടെമ്പിളിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്ത് ഹിന്ദു മക്കൾ കക്ഷി നേതാവിൻ്റെ പരാതിയിൽ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കാർത്തിക വിളക്ക് തെളിയിക്കണമെന്ന ഉത്തരവ്. ആ ഉത്തരവിനെ പ്രതി ഉയരുന്ന പലവിധ പ്രശ്നങ്ങളിൽ ഒന്ന്, ഹർജിക്കാരന് അതിനുള്ള അവസരം നൽകുക, അനുമതി നൽകുന്നതിനപ്പുറത്തേക്ക് ക്ഷേത്ര കമ്മിറ്റി തന്നെ അവിടെ ദീപം തെളിയിക്കണം എന്ന ഒരു ഉത്തരവാണ് നൽകുന്നത്. കൂടാതെ 2017 ഡിവിഷൻ ബെഞ്ചിൻ്റെ, മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇതിന് കടകവിരുദ്ധമായ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. അതിനെ സിംഗിൾ ബെഞ്ചിൻ്റെ വേർഡിക്റ്റ് മറികടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതൊരു ഗുരുതരമായ ജുഡീഷ്യൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നു. ആ ഉത്തരവ് തന്നെ ഉണ്ടാകുന്നത് ഹൈക്കോടതിക്ക് കക്ഷികൾക്ക് മതിയായ സമയം അവരുടെ വാദം തെളിയിക്കുന്നതിന് അവസരം കൊടുക്കുന്നതിന് പകരം മറ്റു വഴികളുണ്ട്. ഹൈക്കോടതിക്ക് സിംഗിൾ ബെഞ്ചിന് വിദഗ്ധ കമ്മിറ്റിയെ നിശ്ചയിച്ച് അവരുടെ റിപ്പോർട്ട് പരിഗണിക്കുകയും ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഇരു കക്ഷികൾക്കും അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനും തെളിവ് നിരത്താനൊക്കെ അവസരം കൊടുക്കുന്ന സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി സിംഗിൾ ബെഞ്ച് തന്നെ നേരിട്ട് തിരുപ്പരംകുണ്ട്രൻ ഹിൽസിലെത്തുകയും അവിടെ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങനെ പുതിയൊരിടത്ത് കാർത്തിക വിളക്ക് തെളിയിക്കാനുള്ള അനുമതി നൽകുന്നത്. ആ ഇടം എന്ന് പറയുന്നത് സിക്കന്ദർ ബാദുഷാ ദർഗയിലെ ഹിൽസിലെ സിക്കന്ദർ ബാദുഷാ ദർഗയിൽ നിന്ന് 15 മീറ്റർ മാറി ഉള്ള ഒരിടമാണ്. അവിടെ ദീപത്തൂണിൽ, കൽത്തൂണിൽ വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുന്നത്. അപ്പം 1920 മുതലുള്ള 4 കോടതി വിധികളിൽ, സിവിൽ കോടതിയുടേതുൾപ്പെടെയുള്ള 4 വിധികളിൽ ഈ പറയുന്ന സിക്കന്ദർ ദർഗയുടെ മാറിയുള്ള ഈ പറയുന്ന 15 മീറ്റർ മാറിയുള്ള സ്ഥലം ഉൾപ്പെടുന്ന 0.33 ഏക്കർ ഭാഗം ദർഗയുടേതാണ് എന്ന് 4 കോടതി വിധികളിൽ കാണാൻ പറ്റും. ആ ഭാഗത്താണ് കാർത്തിക വിളക്ക് തെളിയിക്കണം, അനുമതി നൽകുന്നതിന് അപ്പുറത്ത് തെളിയിക്കണം എന്ന ഒരു ഉത്തരവുണ്ടാകുന്നത്. നേരത്തെയുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ മറികടക്കുന്നതാണ് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ ഉത്തരവിനെ അനുകൂലമായി പ്രതികരിക്കുന്ന തരത്തിലായിരുന്നില്ല തമിഴ്നാട് സർക്കാരിൻ്റെ സമീപനം. അങ്ങനെ ഡിസംബർ 1 വിധി ഡിസംബർ 3 വൈകിട്ട് 6 മണിക്ക് കാർത്തിക വിളക്ക് അവിടെ തെളിയിക്കണം എന്നുള്ളതാണ്. വിധി പ്രകാരം നേരത്തെയുള്ള കോടതി വിധികൾ പ്രകാരം ദർഗയുടേതാണ് എന്ന് കണക്കാക്കപ്പെടുന്ന ഭാഗവുമാണ്. തമിഴ്നാട് സർക്കാർ ഉത്തരവ് അനുസരിക്കാത്ത പക്ഷം ഡിസംബർ 3 കോടതിയെ അലക്ഷ്യ നടപടി കണ്ടംപ്റ്റ് വന്ന സമയത്ത് ആ പ്രദേശത്ത് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെ ആ ദിവസം കാർത്തിക വിളക്ക് തെളിയിക്കാൻ മലയിലെത്തുന്ന ആളുകളെ
പോലീസ് തടയുന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യം അവിടെ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഹർജി എത്തുന്നത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി എത്തുന്നത്. ആ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ മറികടക്കുന്ന തരത്തിലുണ്ടായി, ആ വിധിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിലെത്തുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജുഡീഷ്യൽ സമീപനങ്ങൾ ഈ ക്ഷേത്രവും ദർഗയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അസാധാരണമായ രീതിയിലുണ്ടാകും പല സംശയങ്ങൾ ഉയരുകയാണ്. നമ്മുടെ രാജ്യത്ത് പുതിയൊരു മസ്ജിദ് മന്ദിർ തർക്കം ഉടലെടുക്കുകയും അത് നമ്മുടെ സാമുദായിക അന്തരീക്ഷത്തെ കൂടുതൽ വിഷലിപ്തമാക്കുമെന്ന ഭീതി ഉയരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടെ ആ വിധിയെ പ്രതി വലിയ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ പ്രതി നിയമലോകത്തും രാഷ്ട്രീയ രംഗത്തും വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ DMKയുടെ നേതൃത്വത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടി സ്വീകരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.